സാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. എന്തെങ്കിലും പുതിയ സൂചനകൾ? പുതിയ വിവരമുണ്ട്. അതായത് ഉത്തർപ്രദേശ് പോലീസ്, പ്രത്യേകിച്ച് റായ്ബറേലി പോലീസ്, റായ്ബറേലി ആണല്ലോ മണ്ഡലം. അതെ. അപ്പോൾ ആദ്യം 2004 മത്സരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ്. അപ്പോൾ ബ്രിട്ടീഷ് പൗരനായ ഒരാൾ ഇവിടെ മത്സരിക്കാൻ പാടില്ലല്ലോ. അതെ. നമ്മുടെ നിയമം അങ്ങനെയല്ല. ജനപ്രാതിനിധ്യ നിയമം ആയിക്കോട്ടെ, നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. അപ്പോൾ ഈ വിഘ്നേഷ് ശിശിർ എന്ന് പറഞ്ഞ കർണാടകയിലെ BJP പ്രവർത്തകനാണ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉള്ളത്. അപ്പോൾ വിഘ്നേഷ് ശിശിർ ആണ് ഇത് കോടതിയിൽ, അലഹബാദ് കോടതിയുടെ ലക്നൗ ബെഞ്ചിൽ ആണ് ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിവ്യൂ പെറ്റീഷനുമൊക്കെ അദ്ദേഹം സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വിവരാവകാശ നിയമപ്രകാരം ആഭ്യന്തര വകുപ്പിൽ നിന്ന് ബ്രിട്ടനുമായിട്ട് ഇന്ത്യ നടത്തിയ കത്തിടപാടുകളുണ്ട് ഈ പൗരത്വം സംബന്ധിച്ച്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ആ രേഖകൾ പരാതിക്കാരനായ വിഘ്നേഷ് ശിശിറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രേഖകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റായ്ബറേലി പോലീസ് വിഘ്നേഷ് ശിശിറിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വിഘ്നേഷ് ശിശിർ അത് കൈമാറുമ്പോൾ ഈ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച തെളിവ് പോലീസിൻ്റെ കയ്യിൽ കിട്ടുകയാണല്ലോ. അതെ. അപ്പോൾ പിന്നെ ആ കേസ് ആ രീതിക്ക് മുമ്പോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ലോക്സഭാ ഇലക്ഷനിൽ സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി ഈ ബ്രിട്ടീഷ് പൗരത്വം ഒളിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴും ഏതെങ്കിലും കാലത്ത് പൗരത്വം ഉണ്ടായിരുന്നെങ്കിൽ അത് പറയണമല്ലോ. അതെ. അത് 2004 മത്സരിക്കുമ്പോൾ 2004 മുതൽ ഒരു സത്യവാങ്മൂലത്തിലും ഇങ്ങനെ പൗരത്വം ഉണ്ടായിരുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ 2024 ജൂൺ 26 കഴിഞ്ഞ കൊല്ലം ജൂൺ 26 ഈ വിഘ്നേഷ് ശിശിർ രാഹുലിനെതിരെ ഹർജി കൊടുത്തത് കോടതിയിൽ. അപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് എത്തിപ്പെട്ടിരിക്കുകയാണെന്നർത്ഥം. BNS നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം, പിന്നെ പാസ്പോർട്ട് ആക്ട് പ്രകാരം ഒക്കെ FIR എടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വിഘ്നേഷ് ശിശിറിന് ഈ കഴിഞ്ഞ ദിവസം 19 ആണ് റായ്ബറേലി പോലീസിൻ്റെ നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. ആ കിട്ടിയ വിവരങ്ങളൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇദ്ദേഹത്തിന് പൗരൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നത് സംബന്ധിച്ച ആഭ്യന്തര വകുപ്പിന് കിട്ടിയ വിവരങ്ങളൊക്കെ വിഘ്നേഷ് ശിശിറിന് ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുണ്ട്. പിന്നെ സർക്കാർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർക്കാർ ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് നടത്തിയ കത്തിടപാടുകളുടെ കോപ്പികൾ അതും കിട്ടിയിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ നമ്പർ PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താൽപ്പര്യ ഹർജി അത് 831/2024 ആ കേസിൽ ആണിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ RTI ആക്റ്റിൽ കിട്ടിയ മറുപടി ഹൈക്കോടതിയിലും സമർപ്പിക്കുമെന്ന് വിഘ്നേഷ് ശിശിർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സാധാരണ വിളിക്കുന്ന ആളാണ്. റിവ്യൂ പെറ്റീഷൻ കൊടുത്തപ്പോൾ അതിലാണ് ഇത് സമർപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ച് ഇതൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഓപ്പൺ ചെയ്തു. ഈ കേസ് കുറേ നാളായിട്ട് നടന്നു വരുന്നുണ്ട്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഒക്കെ അവിടെ ഹാജരാകാറും ഒക്കെ ഉണ്ട്. എന്നിട്ടൊരു അൾട്ടിമേറ്റം കോടതി കൊടുത്തിരുന്നു. 3 മാസത്തെ സമയമൊക്കെ കൊടുത്തിരുന്നു. ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ സമയമൊക്കെ ചോദിക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ്. പിന്നെ 10 ദിവസത്തെ ഒരു അന്ത്യശാസനം ഏറ്റവും അവസാനം കോടതി കൊടുത്തിരുന്നു ആഭ്യന്തര വകുപ്പിന്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? പരാതിക്കാരന് തന്നെ രേഖകൾ കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഘ്നേഷ് ശിശിറിന് പുതിയ തെളിവുകൾ കിട്ടി. പുതിയ തെളിവുകൾ സമർപ്പിച്ചപ്പോഴാണ് ഈ ലക്നൗ ബെഞ്ച് കേസ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യയുടെ നിയമപ്രകാരം ഇരട്ട പൗരത്വം പറ്റില്ല. ലണ്ടൻ, വിയറ്റ്നാം, ഉസ്ബെക്കിസ്ഥാൻ ഈ സ്ഥലങ്ങളിൽ നിന്ന് പുതിയ തെളിവുകൾ, വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്
രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി നമുക്കറിയാവുന്നതുപോലെ മറ്റേ ബ്രിട്ടനിൽ പഠിച്ച ശേഷം അവിടെ ബാക്കോപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിഫൻസ് കൺസൾട്ടൻസി പ്രതിരോധ സ്ഥാപനം, ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഹാർവാർഡിൽ പഠിച്ച ഒരു സായിപ്പനുമായിട്ട് ചേർന്നിട്ട് പങ്കാളിയായിട്ട് രണ്ടുപേരുടെയും ഓഹരി ഇട്ടിട്ട് ബാക്കോപ്സ് എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻസി ഫേം തുടങ്ങിയിരുന്നു. ബാക്കോപ്സ് പിന്നെ മുംബൈയിൽ ഒരു ബ്രാഞ്ചും തുടങ്ങിയിരുന്നു. ആ ബ്രാഞ്ചിൽ ഡയറക്ടറായിരുന്നു പ്രിയങ്ക ഗാന്ധി. ലണ്ടനിൽ തുടങ്ങിയ ബാക്കോപ്സിൻ്റെ ഡയറക്ടറും സെക്രട്ടറിയും ആയിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ബാക്കോപ്സിൻ്റെ കടലാസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ തന്നെ. ആ കടലാസുകളിൽ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. ബ്രിട്ടീഷ് പൗരനായതുകൊണ്ട് അവിടെ കമ്പനി തുടങ്ങുന്നു എന്നുള്ളത് അതിൻ്റെ രേഖകളിൽ വ്യക്തമാണ്. ഇത് സുബ്രഹ്മണ്യൻ സ്വാമിയും നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹിയിൽ ഒരു കേസും കൊടുത്തിരുന്നതാണ്. ഈ വിഘ്നേഷ് ശിശിർ ഇപ്പോഴത്തെ ഈ പരാതിക്കാരൻ കൊണ്ടുപോയി ആ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിലും കക്ഷി ചേർന്നിരുന്നു. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹിയിൽ കൊടുത്തിട്ടുള്ള കേസ്, ഈ കേസിലെ തീരുമാനമാകട്ടെ, ഒരേ കേസ് രണ്ട് കോടതി എടുക്കേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കേസിൽ കോടതി നിലപാടെടുത്തത്. ഇതിലെ വിധി എന്താന്ന് വെച്ചാൽ തീർപ്പ് വരട്ടെ. അപ്പോൾ വിഘ്നേഷ് ശിശിർ എന്ന് പറഞ്ഞ പരാതിക്കാരൻ കൊണ്ടുപോയി അതിലും കക്ഷി ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കോപ്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 4874,597 ബ്രിട്ടനിൽ രാഹുൽ ഗാന്ധിയുടെ കമ്പനി. അതിൻ്റെ ബാർ കോഡ് നമ്പർ 4874,597A 21/8/2003 അതിൻ്റെ തീയതി. അവിടെ റിട്ടേൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് പൗരനാണ് എന്നുള്ള നിലയ്ക്കാണല്ലോ അവിടെ ഇൻകം ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കുന്നത്. ഈ ഇതിൻ്റെ കമ്പനിയുടെയും ഒക്കെ. പിന്നെ കമ്പനി ക്ലോസ് ചെയ്തു. അയാൾ ഇവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. കോടതി രേഖകൾ ആധാരമാക്കിയിട്ട് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് റായ്ബറേലിയിൽ. അതാണ് വിഘ്നേഷ് ശിശിറിന് പോലീസിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. 1955 പൗരത്വ നിയമം സെക്ഷൻ 9(2) പ്രകാരം ഉള്ള കുറ്റമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ താമസിയാതെ തന്നെ ഇന്ത്യയിൽ താമസിക്കാനുള്ള ആ ഒരു സാധ്യത നഷ്ടപ്പെടില്ല. പൗരത്വം നഷ്ടമായ പിന്നെ എങ്ങനെ ഇന്ത്യയിൽ താമസിക്കുക? അതായത് ഇപ്പം നമ്മൾ സോണിയാഗാന്ധിയുടെ ഒരു കേസ് വന്നില്ലേ, ഈ വോട്ട് ആറ്റം ബോംബ് ഇട്ടപ്പോൾ തിരിച്ചു കിട്ടിയല്ലോ. ആറ്റം ബോംബ് ഇട്ടപ്പോൾ തിരിച്ച് ഇവിടുന്ന് കിട്ടിയ ആറ്റം ബോംബ് ഗർഭം കലക്കി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എന്ത് വന്നു, 1980 സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടുന്ന 1983. 1980 തന്നെ അവർ ഇവിടെ വോട്ടർ പട്ടികയിൽ അവർ വന്നു. അവർ വോട്ട് ചെയ്യുകയും ചെയ്തു അല്ലേ. 1980 ഒക്കെ വോട്ട് ചെയ്തിട്ട് പിന്നെ 1982 ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ ബഹളം ഉണ്ടായി. അന്നതും നീക്കി വോട്ടർ പട്ടികയിൽ നിന്ന്. പിന്നെ 1983 ചേർത്തു. അപ്പോഴും വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ടർ പട്ടികയിൽ 1981 1983 പിന്നെ ആ വോട്ടർ പട്ടികയിൽ പേര് വന്ന് 4 മാസത്തിന് ശേഷം മാത്രമാണ് പൗരത്വം കിട്ടുന്നത്. അപ്പോൾ 2 തവണ വോട്ടർ പട്ടികയിൽ പേര് വരുമ്പോഴും അവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല. അപ്പം അത് പൈതൃകമാണ്. അവർ ഇറ്റാലിയൻ പൗരത്വം ഉള്ളപ്പോഴാണല്ലോ ഇവിടെ. അത് നിയമവിരുദ്ധമാണ്. അതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. പക്ഷേ നെഹ്റു വംശമാവുമ്പോൾ എന്തും ചെയ്യാം എന്നുള്ള മട്ടിലാണ്. ഇനി ഈ സായിപ്പ്, ഈ ബാക്കോപ്സ് കമ്പനിയിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ പാർട്ട്ണർ ഉണ്ടായിരുന്ന സായിപ്പ് ഉണ്ടല്ലോ, അയാൾ കുറെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഈ മൻമോഹൻ സിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഇന്ത്യയിലെ പ്രതിരോധ ഇടപാടുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഹൈദരാബാദിലെ ഒരു കമ്പനിയിൽ അയാൾക്ക് ഓഹരി വന്നിട്ട് ഈ സ്കോർപിയൻ ഡീലില്ലേ, അന്തർവാഹിനി, ഫ്രാൻസിൽ നിന്നുള്ള ഒരു അന്തർവാഹിനിക്ക് 30,000 കോടിയൊക്കെ അല്ലേ വരിക. ആ സ്കോർപിയൻ ഡീലിൽ ഇടനിലക്കാരനായിരുന്നു ഈ ബാക്കോപ്സ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കമ്പനിയിൽ പാർട്ട്ണറായിരുന്ന സായിപ്പ്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ഡീല് നടത്തുമ്പോൾ അതിൻ്റെ ഇടനിലക്കാരൻ പരോക്ഷമായി രാഹുൽ ഗാന്ധി തന്നെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ സ്കോർപിയൻ ഡീലിൽ ആ ഡീൽ ഉണ്ടാക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്കോർപിയൻ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നുണ്ട് പൈസ കുറച്ചിട്ട്. അപ്പോൾ സ്കോർപിയൻ ഡീലിൽ ഇടനിലക്കാരനായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന സായിപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നടന്ന അന്തർവാഹിനി ഇടപാട് തന്നെ സംശയാസ്പദമാണ്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.